hey guys, welcome back to my channel. അപ്പോൾ റീസെൻ്റ്ലി എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മുടെ വാട്സപ്പ് കോൺടാക്ട്സിൽ നമ്മളെ ആരൊക്കെയാണ് ബ്ലോക്ക് ചെയ്തത്, അല്ലെങ്കിൽ നമ്മളെ വാട്സപ്പിൽ ആരൊക്കെയാണ് ബ്ലോക്ക് ചെയ്തതെന്ന് വല്ലതും അറിയാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. ഇന്ന് ഈ വീഡിയോ ഇതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആരൊക്കെയാണ് വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തത് അതൊക്കെ നമുക്കറിയാൻ പറ്റും വാട്സപ്പിൻ്റെ സെറ്റിങ്സിനകത്ത് തന്നെ. അപ്പോൾ നമ്മൾ എത്ര പേരെയാണ് ബ്ലോക്ക് ചെയ്തത്, ആരൊക്കെയാണ്, എല്ലാം നമുക്ക് ഫുള്ളായിട്ട് അറിയാൻ പറ്റും നമ്മൾ ആരൊക്കെയാണ് ബ്ലോക്ക് ചെയ്തത്. പക്ഷേ വാട്സപ്പിൽ നമ്മളെ ആരാണ് ബ്ലോക്ക് ചെയ്തത് അതൊന്നും അറിയാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഒന്നും വാട്സപ്പിൻ്റെ സെറ്റിങ്സിനകത്തില്ല. അപ്പോൾ ഇതൊക്കെ അറിയാനുള്ള ചില ട്രിക്സ് ഒക്കെ ഉണ്ട്, അതായിരിക്കും ഞാൻ ഈ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ മിക്ക ആൾക്കാർ ഈ ട്രിക്സ് ഒക്കെ അറിയായിരിക്കും, അപ്പോൾ ചിലവർക്ക് ഇത് അറിയത്തില്ലായിരിക്കും. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ട്രിക്സിലോട്ട് അല്ലെങ്കിൽ ടിപ്സിലോട്ട് പോകാം. അപ്പോൾ എക്സാമ്പിളിന് വേണ്ടി ഞാനിവിടെ 2 ഫോൺസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നിനകത്ത് വാട്സപ്പ് 1 ആണ്, ഒന്നിനകത്ത് കിഷൻ JP ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിനകത്താണ് വാട്സപ്പ് 1, ഈ ഫോണിനകത്താണ് കിഷൻ JP. അപ്പോൾ ഞാൻ കുറേ മെസ്സേജൊക്കെ സെൻഡ് ചെയ്താൽ നോക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഹായ്. കാരണം എന്ന് വെച്ചാൽ ഈ ഫോണ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫോണിനകത്ത് മെസ്സേജ് അയക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ 1 ടിക്കേ വന്നിട്ടുള്ളൂ. അപ്പോൾ 1 ടിക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെർവറിലോട്ടേ പോയിട്ടുള്ളൂ. 2 ടിക്ക് വരുവാണെങ്കിൽ അത് ഫോണിനകത്തോട്ട് പോയിട്ടുണ്ട്. അപ്പം 2 ബ്ലൂ ടിക്ക് വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം യൂസർ നിങ്ങളുടെ മെസ്സേജ് വായിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം, 2 ബ്ലൂ ടിക്കിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ കാണുമായിരിക്കും ഫസ്റ്റ് മെസ്സേജ് വായിച്ചു, പിന്നെ ബ്ലോക്ക് ചെയ്തപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കാണുമായിരിക്കും ഹായ് ഒക്കെ അയച്ചിട്ടുണ്ട്, പക്ഷേ 1 ടിക്കേ വന്നിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം സെർവറിലോട്ടേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു റീസൺ ആണ് ആരാ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ കിഷൻ JP എന്ന് പറഞ്ഞ ഫോണിനകത്ത് പ്രൊഫൈൽ പിക്ചർ ഉണ്ടായിരുന്നു. പറഞ്ഞു ഈ ഫോണിനകത്ത് പ്രൊഫൈൽ പിക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്ത് പ്രൊഫൈൽ പിക്ചർ ഇതിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ 2 ഫോണിനകത്ത് നിങ്ങൾ കാണുമായിരിക്കും ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് സീൻ ഓൺലൈനും കാണിക്കുന്നില്ല, നിങ്ങൾ കാണുമായിരിക്കും. പണ്ട് നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സീനും കാണിക്കുമായിരുന്നു. അപ്പോൾ ചിലവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരത്തെ തന്നെ ലാസ്റ്റ് സീനൊക്കെ ആ ഓപ്ഷൻ തന്നെ ഓഫാക്കി ഇടും, ഞാനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ചിലവരെ അറിയായിരിക്കും അവർ ലാസ്റ്റ് സീൻ ഓപ്ഷനൊക്കെ ഓണാക്കി വെക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ ആ ലാസ്റ്റ് സീനും കാണാറില്ല. അതും ഒരു ട്രിക്കാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ നിങ്ങൾ മാക്സിമം മെസ്സേജസും സെൻഡ് ചെയ്തു, പക്ഷേ ഇതിനകത്ത് 1 ടിക്കേ പോയിട്ടുള്ളൂ. 1 ടിക്ക് എന്ന് പറഞ്ഞാൽ സെർവറിലോട്ടേ പോയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ യൂസർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, ലാസ്റ്റ് സീനും വർക്കാവുന്നില്ല നിങ്ങൾ കാണുമായിരിക്കും. പിന്നെ DP ആണെങ്കിൽ പോയിരിക്കുകയാണ്, DPയും ഇതിനകത്ത് കാണിക്കുന്നില്ല 2 ഫോൺസിനകത്തും. അപ്പോൾ ഞാൻ ഈ ഫോണിലോട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ നോക്കുവാണ് ഈ ഫോണിൽ കൂടെ. അപ്പം ഞാൻ ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ നിങ്ങൾ കാണുമായിരിക്കും, ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ കാണിക്കുമായിരിക്കും കുഡ് നോട്ട് ഫൗണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമായിരിക്കും കുഡ് നോട്ട് ആഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാണെങ്കിലും UA ഉള്ളൂ ഇതിനകത്ത്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കാണുമായിരിക്കും ആഡ് പാർട്ടിസിപ്പൻറ്റ്, ഒരു പാർട്ടിസിപ്പൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉള്ളൂ, വേറെ ആരും ഇല്ല ഇതിനകത്ത്. അപ്പോൾ ഇതൊരു ട്രിക്കാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങൾ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത്. വേറൊരു ട്രിക്കും ഇതിനകത്തില്ല, ഞാൻ എല്ലാ ട്രിക്സും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിനകത്ത് ബ്ലോക്ക് ഓപ്ഷൻ തന്നതിൻ്റെ മെയിൻ കാരണമാണ് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ സ്പാം കമൻസ് വല്ലതും വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്പാം മെസ്സേജസ് വല്ലതും വരുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ 1 ലക്ഷം രൂപ ജയിച്ചു, ഇതുപോലത്തെയൊക്കെ സ്പാം കമൻസ് അല്ലെങ്കിൽ സ്പാം മെസ്സേജസ് വരുന്നുണ്ടായിരിക്കും. ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് വാട്സപ്പ് ബ്ലോക്ക് ഓപ്ഷൻസ് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സെറ്റിങ്സിനകത്ത് നിങ്ങൾ ആരൊക്കെയാണ് ബ്ലോക്ക് ചെയ്തത്, പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല നിങ്ങളെ ആരാണ് ബ്ലോക്ക് ചെയ്തത്. അതിനെ പറ്റിയുള്ള ട്രിക്സൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങളെ ആരൊക്കെയാണ് ബ്ലോക്ക് ചെയ്തത്. നിങ്ങൾക്ക് സംശയമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും, നിങ്ങളുടെ കോൺടാക്ട്സിനകത്തുള്ളവർ. അപ്പോൾ ഇത് തന്നെയുള്ളായിരുന്നു ഈ വീഡിയോ ഒക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതൊക്കെ മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു ട്രിക്ക് തന്നെയാണ്. ഇത് ചിലവർക്ക് അറിയത്തില്ലായിരിക്കും, അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.